ഞാൻ താങ്കളിലേക്ക് തിരികെ വരാം. ശ്രീ ബഷീർ പള്ളിക്കുന്ന്, അവസാനം വന്നതിൽ ക്ഷമിക്കണം, ഞാൻ ആ ഇതൊരു കൺക്ലൂഷൻ എത്തിയിട്ട് കൂടി താങ്കളിലേക്ക് വരാൻ. മതേതര മുഖമായിട്ട് ഒരാൾ തിരികെ വരുമ്പോൾ അത് പൂർണ്ണ മനസ്സോടുകൂടി സ്വീകരിക്കണം എന്നുള്ളൊരു നിലപാട് കൂടി താങ്കൾ സമൂഹ മാധ്യമത്തിൽ വ്യക്തമാക്കിയത് കൊണ്ടുകൂടിയാണ്. അങ്ങനെ ഒരു മതേതര കാഴ്ചപ്പാട് കോൺഗ്രസ് സ്വീകരിക്കുന്നു പറയുമ്പോൾ അതേ നാണയത്തിൽ ടിറ്റ് ഫോർ ടാറ്റിനെ തിരിച്ചടിക്കുകയാണ് ഇടതുപക്ഷം പറയുന്നത്, ഞങ്ങളും പറയുന്നത് മതേതരത്വമാണ്. എങ്ങനെയാണ് ഒരു വർഗീയ മുഖം പെട്ടെന്ന് മതേതരത്വ മുഖമായി മാറുന്നത് എന്ന് ചോദിക്കുന്നു. അതായത് ഒറ്റയടിക്ക് ഇടതുപക്ഷത്തിന് ആ പ്ലേറ്റ് തിരിക്കാനും കഴിഞ്ഞിട്ടുണ്ട്. പ്രചാരണത്തിൽ ഈ മതേതരത്തെക്കുറിച്ച് ആണ് UDF പറയുന്നതെങ്കിൽ LDF പറയാൻ പോകുന്നത് ഇപ്പുറത്താണ് എന്നുള്ളത്. BJP ഇത് രണ്ടുമല്ലാത്ത ഒരു നിലപാടിനകത്തേക്ക് കുറച്ചും കൂടെ ഒരു അവധാനത്തിൽ കാര്യങ്ങൾ എടുക്കുകയും ചെയ്യുന്നു. പല രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും മറ്റു പല രാഷ്ട്രീയ പാർട്ടികൾക്കും പരിപൂർണ ആശയം മാറിയിട്ടൊക്കെ ആൾക്കാർ വന്നിട്ടുണ്ട്. പക്ഷെ പാലക്കാട് കണ്ടുകൊണ്ടിരിക്കുന്നത് അതല്ല. അതിലൊരു മതേതര രാഷ്ട്രീയമുണ്ടോ? ഈ മണിക്കൂറുകൾ മാത്രം പോളിംഗിലേക്ക് നിൽക്കുമ്പോൾ ഇതൊക്കെ വോട്ടെടുപ്പിന് നിർണായകമാകുന്ന ഘടകങ്ങളാണ്. അതിനുശേഷം എന്ത് ധാരണയുണ്ട് എന്ന് പറഞ്ഞാൽ പോലും ഇത് ഗുണം ചെയ്യും എന്ന് കരുതുന്നുണ്ടോ UDF-ന്? അല്ല, UDF-ന് രാഷ്ട്രീയമായി ഗുണം ചെയ്യുമോ ഇല്ലയോ എന്നുള്ളത് അതുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ നിരീക്ഷണത്തിന്റെ ഭാഗമായി പറയേണ്ട ഒരു കാര്യമാണ്. ഞാൻ പക്ഷേ ഇവിടെ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്, ഒരാൾ അയാളുടെ ഗതകാല പതിറ്റാണ്ടുകൾ നീണ്ട ഒരു രാഷ്ട്രീയ ചരിത്രത്തിൽ വിദ്വേഷത്തിന്റെയും പകയുടെയും പക്ഷം ചേർന്നുകൊണ്ട് വമ്പിച്ച രൂപത്തിലുള്ള ആശയപ്രചാരണം നടത്തിയ ഒരാൾ അത് നിർത്തി ഒരു മറുചേരിയിലേക്ക്, മനുഷ്യപക്ഷത്തിന്റെ അല്ലെങ്കിൽ മതേതര പക്ഷത്തിന്റെ ഒരു ചേരിയിലേക്ക് വരുമ്പോൾ അതിനെ പരിഹസിക്കണമോ എതിർക്കണമോ എന്ന വിഷയമാണ് കാര്യമായി ഞാൻ ഫേസ്ബുക്കിലൊക്കെ പങ്കുവച്ചത്. നമ്മൾ ഒരു മനുഷ്യൻ വിദ്വേഷത്തിന്റെയോ പകയുടെയോ പ്രചാരകനായി മുന്നോട്ട് പോകുന്ന കാലത്തോളം അദ്ദേഹത്തെ എതിർക്കുക, എന്നാൽ ആ പക്ഷത്ത് നിന്ന് പിന്മാറിക്കൊണ്ട് മനുഷ്യപക്ഷത്ത്, മതേതര പക്ഷത്ത് നിലയുറപ്പിക്കുന്ന നിമിഷം മുതൽ അയാളെ പിന്തുണക്കുക. ദാറ്റ് സിമ്പിൾ. നമ്മൾ ഈ പറയുന്നത് അത്ര വലിയൊരു റോക്കറ്റ് സയൻസ് ഒന്നുമല്ല. നമ്മൾ പറയുന്നത് മനുഷ്യപക്ഷത്തോട് ചേർന്ന് നിൽക്കുന്ന കാലത്തോളം, മനുഷ്യ സൗഹാർദ്ദത്തോട് ചേർന്ന് നിൽക്കുന്ന കാലത്തോളം ഒരു മനുഷ്യനെ പിന്തുണക്കുക. അതല്ലാത്ത സമയത്ത് വിദ്വേഷത്തിന്റെ പ്രചാരകനാകുന്ന കാലത്തോളം അദ്ദേഹത്തെ എതിർക്കുക. ഇപ്പൊ സന്ദീപ് വാര്യർ കടന്നു വന്നത് വ്യക്തിപരമായ കാരണങ്ങൾ കൊണ്ടായിരിക്കാം, വ്യക്തിപരമായ BJP നേതാക്കളുമായുള്ള വ്യക്തിപരമായ അദ്ദേഹത്തിന്റെ അഭിപ്രായ വ്യത്യാസങ്ങൾ കൊണ്ടായിരിക്കാം. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വ്യക്തിപരമായ താല്പര്യങ്ങളും നിക്ഷിപ്തമായ താല്പര്യങ്ങളും ഒന്നും ഇല്ലാത്ത ആളുകളെ രാഷ്ട്രീയ രംഗത്ത് നമുക്ക് കാണാൻ കഴിയില്ല. അപ്പൊ വ്യക്തിപരമായ താല്പര്യങ്ങൾ ആളുകൾക്ക് ഉണ്ടാകുക സ്വാഭാവികമാണ്. പക്ഷെ ഒരു പക്ഷത്തേക്ക് മാറിക്കഴിഞ്ഞാൽ അദ്ദേഹം ഇതുവരെ പുലർത്തിക്കൊണ്ടുവന്ന ഒരു നിലപാടിൽ നിന്ന് മാറി ഒരു നിലപാട് പറയുമ്പോൾ അപ്പോഴും അതിനെ പരിഹസിക്കേണ്ട ആവശ്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. പ്രത്യേകിച്ചും ഇന്നത്തെ ഇന്ത്യയുടെ രാഷ്ട്രീയ അവസ്ഥയിൽ കൂടുതൽ ആളുകൾ ഫാസിസ്റ്റ് പക്ഷത്തേക്ക് പോകുകയും മനുഷ്യവിദ്വേഷത്തിന്റെ പാത പിന്തുടരുകയും ചെയ്യുന്ന ഒരു കാലത്ത് ഒരു ജനാധിപത്യ വ്യവസ്ഥയുടെ ഒരു പ്രധാന മാറ്റം സംഭവിക്കുന്ന ആളുകളുടെ ആശയതലത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുമ്പോഴാണ്. ആശയതലത്തിലുള്ള പ്രചാരണം കൊണ്ടേ ഒരു ജനാധിപത്യ രാജ്യത്ത് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയൂ. അപ്പൊ ആശയതലത്തിലുള്ള പോരാട്ടം നടക്കണം. ഈ BJP-ക്ക് വേണ്ടി, RSS-ന് വേണ്ടി ശക്തമായ രൂപത്തിൽ ആളുകളെ സ്വാധീനിക്കാൻ കഴിയുന്ന വാക്ചാതുരിയുള്ള ഒരു യുവ നേതാവാണ് അദ്ദേഹം. ഇത്രകാലവും ആ പക്ഷത്തേക്ക് ആളുകളെ കൊണ്ടുവന്നിരുന്ന ഒരാളാണ്. ആ പക്ഷത്തു നിന്ന് അദ്ദേഹം മാറി ജനാധിപത്യ ചേരിയുടെ, മതേതര ചേരിയുടെ പക്ഷത്തേക്ക് വരുമ്പോൾ അദ്ദേഹം പണ്ട് പറഞ്ഞിരുന്ന കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടി നമ്മൾ വിമർശനം ഉന്നയിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്നത് എന്താണ്? നിങ്ങൾ ആ പക്ഷത്ത് തന്നെ നിൽക്കൂ എന്ന് അദ്ദേഹത്തോട് പറയുന്ന ഒരു ശ്രമമാണത്. നിങ്ങൾ മുമ്പ് ഇത് പറഞ്ഞില്ലേ, നിങ്ങൾ മുമ്പ് ഇത്തരം പോസ്റ്റുകൾ ഇട്ടില്ലേ എന്നൊക്കെ പറഞ്ഞ് സ്ക്രീൻഷോട്ടുകൾ ഇട്ട് നമ്മൾ അദ്ദേഹത്തെ പരിഹസിക്കുമ്പോൾ നമ്മൾ പറയാൻ ശ്രമിക്കുന്നത് എന്താണ്? നമ്മൾ പറയാൻ ശ്രമിക്കുന്നത് മറ്റൊരു പക്ഷത്തേക്ക് വരാൻ നിങ്ങൾക്ക് അവകാശമില്ല എന്നാണ്. അങ്ങനെ പറയാൻ തുടങ്ങിയാൽ ജനാധിപത്യ ലോകത്ത്, ജനാധിപത്യ രാഷ്ട്രീയത്തിൽ എങ്ങനെയാണ് മാറ്റങ്ങൾ ഉണ്ടാകുക? അപ്പൊ ഇന്ന് അദ്ദേഹം പാണക്കാട് പോയതിനെ പരിഹസിച്ചുകൊണ്ട് ഒരുപാട് ആളുകൾ എഴുതിയിട്ടുണ്ട്. ഞാൻ ഇന്ന് എന്റെ പോസ്റ്റിൽ സൂചിപ്പിക്കാൻ ശ്രമിച്ച കാര്യം, പതിറ്റാണ്ടുകളായി അദ്ദേഹം പറയുന്ന വിദ്വേഷത്തിന്റെയും പകയുടെയും രാഷ്ട്രീയത്തിന്റെ പാപക്കറകളും അതിന്റെ കുറ്റബോധവും ഒക്കെ കഴുകിക്കളയാനും അതിന്റെ പാപഭാരവും കുറ്റബോധവും മറച്ചു വെക്കാനും അദ്ദേഹത്തിന് കഴിയുന്ന ഒരു മണ്ണുണ്ടെങ്കിൽ അത് ആ വിദ്വേഷ രാഷ്ട്രീയത്തിനെതിരെ പൊരുതുന്ന ഒരു ജനതയുടെ മലപ്പുറം, പ്രത്യേകിച്ച് മലപ്പുറം ജില്ല എന്ന സാമുദായിക വിദ്വേഷം ആളിക്കത്തിക്കാൻ വേണ്ടി സംഘപരിവാരം ശ്രമിക്കുന്ന ഒരു മലപ്പുറം ജില്ലയുടെ ആത്മാവിനെ ഉൾക്കൊണ്ട ഒരു കുടുംബത്തിലേക്ക് പോവുകയാണ് അയാൾ ചെയ്തത്.
അപ്പൊ അതിലൊരു അല്ല, ശ്രീ ബഷീർ വിളിക്കുന്നു, അങ്ങനെ ഒരു മാതൃക ഒരാൾ കാണിക്കുമ്പോൾ ശ്ലാഘനീയമാണ്, അതിനൊപ്പം നിൽക്കാം. പക്ഷെ ഇതിന്റെ ഒരു വിഷയം എന്ന് പറയുന്നത്, ഈ പ്രതിഷേധിച്ചത് ഈ ഒരാഴ്ച മുന്നേ ഉണ്ടായ ആ പ്രതിഷേധിച്ചത്, ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത്, മാറി നിന്നത് ഒക്കെ ഈ ആശയങ്ങളുടെ പുറത്തായിരുന്നില്ല. നരേന്ദ്രമോദിയെ കുറ്റം പറഞ്ഞുകൊണ്ടായിരുന്നില്ല, RSSനെ കുറ്റം പറഞ്ഞുകൊണ്ടായിരുന്നില്ല, BJP കാരനാണെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് സ്ഥാനാർത്ഥി C കൃഷ്ണകുമാറിനെതിരെ, അദ്ദേഹത്തിന്റെ വ്യക്തിപരമായിട്ടുള്ള വിഷയങ്ങൾക്കെതിരെ, K സുരേന്ദ്രൻ അടക്കമുള്ളവർക്കെതിരെ പരോക്ഷമായിട്ടൊക്കെ BJPയുടെ സംസ്ഥാന സംഘടനയിലെ തനിക്ക് അനീതി ഉണ്ടാകുന്നു. അന്നൊന്നും ഈ ആശയങ്ങളല്ല പറഞ്ഞത്. ഈ ആശയങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഒരാൾ പുറത്തേക്ക് പോവുകയും അത് മാറി നിന്ന ശേഷം കോൺഗ്രസിലേക്ക് വരികയല്ല ചെയ്തത്. കോൺഗ്രസിലേക്ക് വന്ന ശേഷമാണ് അദ്ദേഹം ഈ അഭിപ്രായം പ്രകടമാക്കിയത്. അദ്ദേഹം BJPയിൽ നിന്ന് മാറി നിന്നത്, BJP നേതാക്കൾ ചർച്ച നടത്തിയത്, RSS നേതാക്കൾ വീട്ടിൽ പോയി ചർച്ച നടത്തുന്ന ഒരു സാഹചര്യത്തിലൊക്കെ വിഷയം ഇതൊന്നും ആയിരുന്നില്ല. ഈ ആശയപരമായ വിഷയങ്ങളോ വർഗീയവാദമോ അതിൻ്റെ വിദ്വേഷമോ വിദ്വേഷത്തിൻ്റെ രാഷ്ട്രീയമോ സ്നേഹത്തിൻ്റെ കടയൊന്നും ആയിരുന്നില്ല. ശരിയാണ്, അപർണ പറഞ്ഞത് ശരിയാണ്. അപ്പൊ ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കി, ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവ് തന്റെ കക്ഷി മാറി വരുമ്പോഴും നമുക്ക് പറയാവുന്ന വാദഗതികളാണ് ഇതൊക്കെ. ഇപ്പൊ ഒരു സുപ്രഭാതത്തിൽ തന്നെയാണ് എല്ലാവരും അവരുടെ രാഷ്ട്രീയ മാറ്റം പ്രഖ്യാപിക്കുക. അപ്പൊ ഈ രാഷ്ട്രീയ മാറ്റം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം എന്ത് പറയുന്നു എന്നതാണ്, അദ്ദേഹം എന്ത് ചെയ്യുന്നു എന്നതാണ്, പിന്നീടുള്ള വഴികളിൽ അദ്ദേഹം എന്ത് നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനം. ഇപ്പൊ നമുക്ക് അറിയാം, നമുക്ക് ഇത്രയും കാലം ഈ കോൺഗ്രസിൽ നിന്നും മറ്റു കക്ഷികളിൽ നിന്നും BJPയിലേക്ക് ആളുകൾ പോവുകയാണ്. കോൺഗ്രസിൽ നിന്ന് തന്നെ നിരന്തരം എത്ര നേതാക്കന്മാരാണ് കേരളത്തിൽ തന്നെ പോയിട്ടുള്ളത് BJPയിലേക്ക്? അപ്പൊ ഇതൊരു റിവേഴ്സ് മൈഗ്രേഷൻ ആണ്. ശ്രീ ബഷീർ വിളിക്കുന്ന, ഞാനൊരു ക്യൂരിയസ് ആയിട്ട് ചോദിക്കട്ടെ, എന്തുകൊണ്ട് CPM നേതാക്കളുമായി അനൗദ്യോഗികമായിട്ട് ചർച്ച നടത്തി എന്നുള്ള വിഷയങ്ങളൊക്കെ വരുന്നു? ആ തരത്തിലുള്ള പ്രതികരണങ്ങളൊക്കെ CPM വളരെ മൈൽഡായിട്ട്, ഇപ്പോഴെന്ത് പറഞ്ഞാലും വളരെ മൈൽഡായിട്ട് അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞിരുന്ന നേതാക്കന്മാരാണ്. എന്തുകൊണ്ടായിരിക്കും CPM വേണ്ട എന്ന് തീരുമാനിച്ചുകൊണ്ട് സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് പോയിട്ടുണ്ടാവുക? ഈ പ്രചാരണവുമായിട്ട് അത് പാലക്കാട് തെരഞ്ഞെടുപ്പുമായി കൂട്ടി വായിച്ചല്ലേ പറ്റൂ? തീർച്ചയായിട്ടും CPM അദ്ദേഹവുമായി ചർച്ച നടത്തിയിട്ടുണ്ട്, കോൺഗ്രസും അദ്ദേഹവുമായി ചർച്ച നടത്തിയിട്ടുണ്ട്. ഇതൊക്കെ പാർട്ടികൾ നടത്തുന്ന രഹസ്യ ചർച്ചകളാണ്. അതിന്റെ ഉള്ളടക്കങ്ങളൊന്നും പൊതുസമൂഹത്തിലായി നമുക്കറിയില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, അദ്ദേഹത്തെ അദ്ദേഹം CPMലേക്ക് വരുമെന്ന ഒരു ധാരണയിലായിരുന്നു പൊതുസമൂഹത്തിലുണ്ടായിരുന്നു. ആ സന്ദർഭത്തിലൊക്കെ CPMന്റെ പ്രവർത്തകന്മാരും CPMന്റെ സൈബർ ഇടങ്ങളിലെ എഴുത്തുകാരും ഒക്കെ പാർട്ടി മാറി വരുന്ന ഇദ്ദേഹത്തെ സ്വീകരിക്കുന്നതിന് വേണ്ട ഒരു മുന്നൊരുക്കം പ്ലാറ്റ്ഫോം നടത്തുകയായിരുന്നു. അതേ ആളുകളാണ് ഇന്നിപ്പോ ഞാൻ എഴുതിയൊരു പോസ്റ്റിന് താഴേക്ക് ഏതാണ്ട് 500-ലധികം കമന്റുകളുണ്ട്. അപ്പൊ അതിലുള്ള കമന്റുകളിലൊക്കെ അധികവും മുൻകാലത്ത് ഇദ്ദേഹം എഴുതിയിട്ടുള്ള സ്ക്രീൻഷോട്ടുകളാണ്. ഇത് CPM ഇപ്പോ ഇദ്ദേഹം കോൺഗ്രസിലേക്ക് പോയത് കൊണ്ടാണ് ഈ ഒരു അവസ്ഥ CPM പ്രവർത്തകന്മാർക്കുണ്ടായത്. അതേ നേരെ തിരിച്ച് CPMലേക്ക് പോവുകയായിരുന്നെങ്കിൽ ഇതേ പണി ഈ കോൺഗ്രസ് പ്രവർത്തകന്മാരായി എടുക്കുക. ഈ സ്ക്രീൻഷോട്ടുകളൊക്കെ അദ്ദേഹം CPMലേക്ക് പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ ഈ കാശ്മീർ വിഷയത്തിലുള്ളതും അതുപോലെ തന്നെ ഈ നേരത്തെ സൂചിപ്പിച്ചപ്പെട്ട വിഷയങ്ങളിലൊക്കെയുള്ള സ്ക്രീൻഷോട്ടുകളൊക്കെ എടുത്ത് സോഷ്യൽ മീഡിയയിലിട്ട് അലക്കിയിരുന്നത് കോൺഗ്രസ് പ്രവർത്തകന്മാരായിരുന്നു. അപ്പൊ ഇപ്പൊ നേരെ തിരിച്ചു വന്നപ്പോൾ അത് CPM പ്രവർത്തകന്മാർ ചെയ്യും. ഇതൊക്കെ കക്ഷി രാഷ്ട്രീയത്തിന്റെ സാധാരണ കളികളാണ്. പക്ഷെ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, മനുഷ്യപക്ഷത്ത് നിൽക്കുന്ന കാലത്തോളം ഒരു മനുഷ്യനെ നിങ്ങൾ പിന്തുണക്കാൻ തയ്യാറായിട്ടില്ലെങ്കിൽ ജനാധിപത്യ രാഷ്ട്രീയത്തിൽ മാറ്റങ്ങൾക്ക് സാധ്യതയില്ല. അപ്പോ ഈ സന്ദീപ് വാര്യനെ പോലെ ഒരാള്, പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയെക്കുറിച്ച് ദേശീയ തലത്തിൽ സംഘപരിവാർ നടത്തുന്ന അജണ്ടകൾക്കൊപ്പം നിന്ന ഒരാളാണ് അദ്ദേഹം ഇവിടെ വന്നിട്ട് ഇന്ന് പറയുന്നത് എന്താണ്? തളിക്ഷേത്രത്തിന്റെ വാതിലിൽ തീപിടിച്ച ഘട്ടത്തിൽ, അങ്ങാടിപ്പുറത്തെ തളിക്ഷേത്രത്തിന്റെ വാതിലിൽ തീപിടിച്ച ഘട്ടത്തിൽ ആദ്യം ഓടിയെത്തത് ശിഹാബ് തങ്ങളാണ് എന്ന് അദ്ദേഹം പറയുന്നു. അപ്പൊ കഴിഞ്ഞ കാലത്ത് പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് പ്രത്യക്ഷമായ ഒരു മാറ്റം, കഴിഞ്ഞ കാലത്ത് അദ്ദേഹം നടന്ന വിദ്വേഷത്തിന്റെ വഴികളെ റദ്ദ് ചെയ്തുകൊണ്ട് അദ്ദേഹം മതേതരത്വത്തിന്റെ വഴിയിലേക്ക് കടന്നു വരികയാണ്. ഈ സന്ദർഭത്തിൽ അദ്ദേഹത്തെ വീണ്ടും പരിഹസിക്കേണ്ടതുണ്ടോ? അദ്ദേഹം കാളിയനാണ് എന്ന് പറഞ്ഞുകൊണ്ട് പഴയകാല സംഭവങ്ങളെ ഓർമ്മിച്ചുപെടുത്തുകൊണ്ട് അതേ സ്ഥലത്ത് തന്നെ നിങ്ങൾ നിൽക്കൂ എന്ന് പറയുന്നിടത്ത് രാഷ്ട്രീയ ധാർമ്മികതയില്ല. മറിച്ച് അവിടെയുള്ളത് ജനാധിപത്യ മാറ്റങ്ങൾക്കെതിരെയുള്ള സമീപനമാണ്.